ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ PL ബാബു, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ബഹുമാനീയ ഡോക്ടർ SS മിനി, ജനപ്രതിനിധികളായ ശ്രീമതി സാവിത്രി നരസിംഹറാവു, CS രാകേഷ് ഭായ്, അബ്ദുല്ലാഹി പ്രസിഡന്റ് ശ്രീ TC ഷിബു, ഇവിടെ ആദരിക്കുന്ന ബഹുമാന്യരായ ഡോക്ടർ സലീല മുല്ലം, ശ്രീ മടത്തിൽ അബ്ദുൾ അസീസ്, ശ്രീ കർണാടകൻ സാറിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ പ്രധാന ഭാരവാഹിയുമായ ശ്രീ ബാലകൃഷ്ണൻ, സെക്രട്ടറി ശ്രീ KK രാമേന്ദ്രൻ, ട്രഷറർ ശ്രീ C മുരളീധരൻ, മറ്റു വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ശ്രീ കരുണാകരൻ സാറിൻ്റെ 29ാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മരണം ഞങ്ങളോടൊപ്പം ഞാൻ പൂർത്തിയാണ്. കഴിഞ്ഞ 29 വർഷക്കാലവും അദ്ദേഹത്തിൻ്റെ വാർഷികം ഇതുപോലെ വ്യത്യസ്തമായി സംഘടിപ്പിക്കാൻ സംഘാടകർ ശ്രമിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ ഏറ്റവും മികച്ച സാമൂഹ്യ പ്രവർത്തകരെയും സേവകരെയും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ക്ഷണിച്ചു വരുത്തി ആദരിക്കുന്ന ഒരു കീഴ്വഴക്കം ഈ സംഘടന പുലർത്തിപ്പോരുന്നു. അതിൻ്റെ ഭാഗമായി ഈ വർഷം ആദരിക്കുന്ന ഇവിടെ വിശദീകരിച്ച ഡോക്ടർ സലീല മുല്ലൻ, ശ്രീ മടത്തിൽ അബ്ദുൾ അസീസ്, PG ശ്യാമളൻ തുടങ്ങിയ 3 പേരെയും ഞാൻ ഹാർദമായി അനുമോദിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ഓരോന്നും തീയും മണ്ണും എടുക്കുന്ന അവയവങ്ങളാണ്. തീയും മണ്ണും എടുക്കുന്ന നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ പലപ്പോഴും ആളുകൾ മുന്നോട്ട് വരാറില്ല. വിശ്വാസത്തിൻ്റെ ഭാഗമായി അല്ലേ സഹോദരി, വിശ്വാസത്തിൻ്റെ ഭാഗമായി അവയവങ്ങൾ ദാനം ചെയ്യാൻ പഠിക്കുന്നവരുണ്ട്. സാങ്കേതികമായ പല കാരണങ്ങൾ കൊണ്ടും ദാനം ചെയ്യാൻ ആഗ്രഹിച്ചാലും പറ്റാത്ത ആളുകളുണ്ട്. ഇപ്പോൾ നേത്രദാനം തന്നെ ഈ അവയം ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് നേത്രദാന മേഖലയിലാണ്. ആ കൃത്യസമയത്ത് തന്നെ 3 മണിക്കൂർ അല്ലേ, 6 മണിക്കൂറിനുള്ളിൽ നേത്രദാനം നൽകാൻ സമ്മതപത്രം അറിയിച്ച ആളുടെയും കണ്ണെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടും കണ്ണെടുക്കാൻ പറ്റാത്ത ആളുകൾ ധാരാളമുണ്ട്. ആഗ്രഹിച്ചാലും കൊടുക്കാൻ പറ്റില്ല. എന്നാൽ അവയവദാനം അതുപോലെ തന്നെ ശരീരം മൊത്തം ദാനം ചെയ്യുന്ന ആളുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിലേക്ക്, ആയുർവേദ മെഡിക്കൽ കോളേജിലേക്ക് കൊടുത്ത ആളാണ്. അത് ധാരാളം ആളുകളുണ്ട്. തൃപ്പൂണിത്തുറ തന്നെ അങ്ങനെയുള്ള പലരും എനിക്കറിയാം, ഒരുപാട് ആളുകളുണ്ട്. അപ്പം അങ്ങനെ അവയവദാനത്തിലൂടെ ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് നമുക്ക്
അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. ഇന്നത്തെ മനോരമ പത്രത്തിൽ തന്നെയുണ്ട്. ഇവിടെ വയനാടില് ചുങ്കത്തറ വിപിൻ എന്ന് പറയുന്ന ഒരാൾ 41 വയസ്സ്. അദ്ദേഹം മസ്തിഷ്ക ആഘാതത്തിൽ തുടർന്ന് അദ്ദേഹത്തിന്റെ അവയവങ്ങൾ 6 അവയവങ്ങൾ അദ്ദേഹം ദാനം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ദാനം ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട്. ഈ കാര്യത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവയവദാനം നടത്താൻ മുന്നോട്ട് വന്ന വലിയ ബിസിനസ്സുകാരായ കൊച്ചൗസഫ് ചിത്രപ്പള്ളിയെ പോലുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. സമൂഹത്തിന് മാതൃകയായി അവയവദാനം നടത്തി തൻ്റെ ശിഷ്ടകാലത്ത് മറ്റുള്ളവർക്ക് ജീവിതം നൽകാൻ മുന്നോട്ട് വരുന്ന ആളുകൾ ധാരാളമുണ്ട്. ഇപ്പം ഹൃദയപൂർവ്വം സിനിമ ഇന്നലെ മാതൃഭൂമി സൺഡേ സപ്ലിമെന്റ് അത് സംബന്ധിച്ചൊരു ലേഖനം സത്യൻ അന്തികാടിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ 10 പേര് ഹൃദയം ദാനം ചെയ്തവരാണ്. അതിൽ 3-ാം പ്രാവശ്യം ഹൃദയ സർജറിക്ക് വിധേയമായ ആളുകളുണ്ട്. അതൊക്കെ ഓരോ ആളുകളുടെയും മനോഭാവത്തിൻ്റെയും നിലപാടുകളുടെയൊക്കെ ഭാഗമാണ്. ഞാൻ ആദ്യത്തെ ജിസി ഹോസ്പിറ്റലിൽ അവയവദാനം കിട്ടിയത് ഒരാൾ ചാലക്കുടിയിലുള്ളൊരു മാത്യു എന്ന് പറഞ്ഞ ഒരാളാണ്. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഞാൻ ആ ഹൃദയം കൊടുത്ത ശർമ്മ എന്ന് പറയുന്ന പാറശാലയിലുള്ള ഒരാളാണ്. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടൊപ്പം ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. വളരെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ഒരു കുടുംബത്തിലെ അംഗമാണ് ഈ ശർമ്മ. അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ച ആളാണ്. അപ്പം ഇവിടെ ഈ മാത്യുവിൻ്റെ ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞും ഞാനും അന്നത്തെ മുഖ്യമന്ത്രിയും കൂടി അവിടെ പോയി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അപ്പം അവർ 10 പേര് ഹൃദയം മറ്റുള്ളവരിൽ സ്വീകരിച്ച ആളുകളെ ആവാദ ഹോട്ടലിൽ വിളിച്ചു വരുത്തി അവരെക്കുറിച്ച് ഡോക്ടർ ജോസഫ് ചാക്കോയുടെ സാന്നിധ്യത്തിൽ അവർ കേട്ട് മോഹൻലാൽ വീഡിയോയിലൂടെ അവരുമായി സംസാരിച്ച് അനുഭവങ്ങൾ പങ്കുവച്ചിട്ടാണ് ഹൃദയപൂർവ്വം എന്നുള്ള സിനിമ തയ്യാറാക്കിയത്. അപ്പം അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇങ്ങനെ പുതുജീവൻ നൽകാൻ അവയവദാനം ചെയ്യാൻ ധാരാളം ആളുകൾ മുന്നോട്ട് വരുമ്പോഴും കേരളത്തിലൊരു പ്രത്യേകത പറഞ്ഞാൽ കേരളം നമ്മൾ അഭിമാനിക്കുന്നത് കേരളം ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരും സാക്ഷരതയുമുള്ള ആളുകളുടെ ഒരു പ്രദേശമായിട്ടാണ് നമ്മൾ അഭിമാനിക്കുന്നത്. പക്ഷേ അവയവദാനത്തിന് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം ഇപ്പോഴും. അല്ലേ ഡോക്ടർ? അങ്ങനെയല്ലേ? അവയവദാനത്തിൽ നമ്മൾ ഒരു വർഷം അവയവം കിട്ടാൻ വേണ്ടി കാത്തിരുന്ന് മരിച്ച ആളുകൾ 1870 പേരുണ്ട് കേരളത്തിൽ. പല അവയവങ്ങളും ലഭിക്കാൻ വേണ്ടി കാത്തിരുന്ന് മരിച്ച ആളുകളുണ്ട്. അപ്പോൾ അതുപോലെ ധാരാളം ആളുകൾ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് എൻ്റെ അടുത്ത് തന്നെ മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഇവരുടെ ഒരു നടപടിക്രമം അനുസരിച്ച് മെഡിക്കൽ ബോർഡിൻ്റെ മുമ്പിൽ വൃക്കദാനം അതുപോലെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഇതിനെല്ലാം MLA സർട്ടിഫൈ ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത് ധാരാളം ആളുകൾ വരുന്നുണ്ട്. ഇപ്പം തന്നെ ഇവിടെ തന്നെ ഒരു സമൂഹ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ വൃക്കത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ഗഫൂർ. ധാരാളം ആളുകളുണ്ട് അതിന് വേണ്ടി. ഇതിനകത്ത് ചില കച്ചവടങ്ങളും ഒക്കെ ഉണ്ട്. നിവർത്തി അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഗതികേട് കൊണ്ട് നിവർത്തിയില്ലാത്തത് കൊണ്ട് വൃക്ക വിറ്റ് അത് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന പലരോട് ഞാൻ ചോദിക്കും. അപ്പോൾ ഇവിടെ വൃക്ക സ്വീകരിക്കുന്ന ആൾ പത്തനംതിട്ടക്കാരനായിരിക്കും, പക്ഷെ ദാനം ചെയ്യുന്ന ആള് കാസർഗോഡുകാരനായിരിക്കും, അല്ലെങ്കിൽ നേരെ മറിച്ചായിരിക്കും. അപ്പം ഞാൻ ചോദിക്കും, എന്താ ബന്ധം? ജോലി ചെയ്യുന്ന ആളുകളാണ് ഒരുമിച്ച്, വെറുതെ പറയുന്ന. പക്ഷെ നിവർത്തിയില്ല. അല്ല, സത്യമാണ്. ആദ്യമെല്ലാം ഞാനൊരു വിമുഖത കാണിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ അവരെ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ഗതികേട് കൊണ്ടാണ്, പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് ആ വൃക്ക വിറ്റ് ജീവിക്കുന്ന ആളുകൾ, ലിവർ കൊടുക്കാൻ തയ്യാറാകുന്ന ആളുകളൊക്കെ ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അത് ഇതുപോലുള്ള സന്ദർഭത്തിൽ സാന്ദർഭികമായി പറഞ്ഞെന്നുള്ളൂ. നേത്രദാനം ഈ കൂട്ടത്തിൽ വളരെ ചെറിയ ഒരു കാര്യമാണ്, അത്ര ഗൗരവമുള്ള ഒരു കാര്യമല്ല നേത്രദാനം എന്ന് പറഞ്ഞാൽ. മറ്റ് അവയവദാനങ്ങളുടെ കാര്യത്തിലൊക്കെ നമ്മുടെ ആളുകൾ മുന്നോട്ട് വരാൻ തയ്യാറാകേണ്ടത് ഒരു ആവശ്യമാണ്.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തീയും മണ്ണും എടുക്കുന്ന ജീവിതമാണ് നമ്മുടെ എല്ലാവരുടെയും. അല്ലാതെ വേറെ ഒന്നും ബാക്കി BKP തെറ്റിദ്ധരിക്കണ്ട, സ്വർഗത്തിലൊന്നും പോകാൻ പോണില്ല. അപ്പൊ പക്ഷെ ഒരു സ്വർഗ ലോകവാസത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പുനർജന്മത്തെ കുറിച്ച് എല്ലാം ചിന്തിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ധാരാളം തെറ്റിദ്ധാരണകളാണ് ഇതിന്റെ പ്രശ്നം. കണ്ണെടുത്താൽ ചില ആളുകൾക്ക് കണ്ണെടുത്താൽ പിന്നെ വിരൂപമാവും എന്നുള്ള ധാരണകളാണ്. അതുകൊണ്ട് കണ്ണു കൊടുക്കാൻ മടിക്കുന്ന ആളുകളുണ്ട്. ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ പിന്നീട് ദാനം ചെയ്ത ആളെ ബാധിക്കും എന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഗിരിജ ഞങ്ങളൊക്കെ അയൽവക്കക്കാരാണ്. ഗിരിജന്റെ മോളിലാണ്, ഫ്ലാറ്റിലാണ്. അവിടെ അവയവദാനം നടത്തിയ അറിയാമല്ലേ, പ്രസന്നയുടെ ഒരാളവിടെ ജീവിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ദാനം ചെയ്ത ആള് കുറച്ചു കാലം പബ്ലിക് ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഇടപെടലില്ലാതെ കഴിക്കണം. ലഭിച്ച ആളുകളും കുറെ നാൾ വെയിറ്റ് ചെയ്യണം. ഒരു കുഴപ്പമില്ല. ഒരു ലിവർ വളർന്നു വരുന്നുള്ളതാണ് അല്ലേ. അതുപോലെ പച്ചവസ്തു ചിറ്റിലപ്പള്ളി എത്രയോ വർഷമായി അദ്ദേഹം ജീവിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പ്രസംഗം നിർത്താറായെന്നാണ് എനിക്ക് മനസ്സിലായി. നിർത്തിയേക്കാം. ഏതായാലും അദ്ദേഹത്തിന്റെ ഒരു ഇതുപോലെ തന്നെ സൺഡേ സപ്ലിമെന്റ്, മാതൃഭൂമി സൺഡേ അതിനകത്ത് ഈ എല്ലാ ആഴ്ചയിലുള്ള വാരാന്ത്യ പ്രതിവിധി അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കുഴപ്പമില്ല. അപ്പം ഇതൊരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റിയെടുക്കാനാണ് യഥാർത്ഥം പറഞ്ഞാൽ ഇതുപോലുള്ള ഈ അഭയം പോലുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും സാമൂഹിക സേവന മേഖലകളിൽ നിറഞ്ഞു പ്രവർത്തിക്കുകയും ചെയ്യുന്ന കരുണാകരൻ സാറിനെ പോലുള്ള ആളുകളുടെ സ്മരണ പുതുക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ദാനം ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പം മസ്തിഷ്ക മരണം അല്ലേ, മരണം ബാധിച്ച ആളുകൾ അവർ മരിച്ചു എന്ന് ഡോക്ടർ ഡിക്ലെയർ ചെയ്ത് ക്ലിനിക്കലായിട്ട് അവർ മരിച്ചു കഴിഞ്ഞു കാണും അല്ലേ. അപ്പൊ അവരുടെ അവയവദാനം, അതുപോലെ അപകടത്തിൽ പറ്റി രക്ഷപ്പെടില്ല എന്നുള്ള വെന്റിലേറ്ററിൽ ജീവിക്കുന്ന ആളുകൾ. എനിക്കറിയാം, ഈ പനങ്ങാട് ഒരു വളരെ പാവപ്പെട്ട ഒരു സ്ത്രീ, അവരുടെ ഭർത്താവ് ലേക്ക് ഷോർ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ വെച്ച് അപകടത്തിൽ മരിച്ചു. വളരെ പാവപ്പെട്ടതാണ്. ഞാൻ അവർക്ക് 1 ലക്ഷം രൂപ അന്ന് ഗവൺമെന്റിൽ നിന്ന് വാങ്ങിക്കൊടുത്തിരുന്നു. നേരത്തെ അവയവദാനം ചെയ്യുന്ന ആളുകൾക്കും 1 ലക്ഷം രൂപ കൊടുത്തിരുന്നു. അതുപോലെ സ്വീകരിക്കുന്ന ആൾക്ക്, ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെടുന്ന ആൾക്ക് ഒരു 3 ലക്ഷം രൂപയും നേരത്തെ കൊടുത്തിരുന്നു. അപ്പൊ അത് അവരുടെ ഭർത്താവ് മരിക്കുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു മരിക്കും, രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞാൽ ഫുൾ വെന്റിലേറ്റർ സപ്പോർട്ടിലാണ് 2-3 ദിവസം. അപ്പൊ അവർ പറഞ്ഞു എന്നാൽ ദാനം ചെയ്യാന്ന് പറഞ്ഞു, വൃക്ക ദാനം ചെയ്യാന്ന് ദാനം ചെയ്തു. അപ്പൊ അങ്ങനെ ധാരാളം ആളുകളുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇതുപോലെ ഉള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ഇതിനുള്ള തെറ്റിദ്ധാരണയും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അന്ധവിശ്വാസവും മാറ്റിയെടുക്കാനുള്ള പരിശ്രമമാണ് തീർച്ചയായിട്ടും വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ മഹത്വം തിരിച്ചറിയത്തക്ക വിധത്തിൽ ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് അവയം പോലുള്ള സംഘടനകളെല്ലാം ഏറ്റെടുക്കാനുള്ള കാര്യം എന്നെനിക്ക് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെൻറ് തലത്തിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മുദ്രാവാക്യം ഒരു സ്ലോഗൻ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട്. പക്ഷെ അതങ്ങ് കേരളത്തിൽ അങ്ങ് കൂടുതലായിട്ട് മുന്നോട്ട് വരുന്നില്ല. അതാണ് പ്രശ്നം. കേരളത്തിൽ ഈ രംഗത്തേക്ക് നമ്മൾ വിദ്യാസമ്പന്നരാണ്, പ്രബുദ്ധരാണ്, നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്, നമ്പർ 1 ആണെന്നൊക്കെ പറഞ്ഞാലും കേരളത്തിൽ ഈ അവയവദാന രംഗത്ത് നമ്മൾ വളരെ പിന്നിലാണ്. ഈ ഓർഗൻ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അപ്പോളോ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ എഡ്ഡിയുടെ ഒരു ലേഖനം ഞാൻ വായിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേരളം വളരെ പുറകിലാണ്. അപ്പോൾ കേരളത്തെ ഈ രംഗത്ത് മുന്നോട്ട് കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് നമുക്ക് ആവശ്യം എന്നെനിക്ക് തോന്നുന്നു. ഇവിടെ അവാർഡുകൾ ഏറ്റുവാങ്ങുന്ന ഡോക്ടർ ഉൾപ്പെടെ ഡോക്ടർ സലീല മുല്ലൽ അതിനെ ഞാൻ ആത്മാർത്ഥമായി അനുമോദിക്കുകയാണ്. ഡോക്ടർമാരുടെ രംഗത്തും ഇതുപോലുള്ള നല്ല മാതൃകകളുണ്ട്. അതോടൊപ്പം തന്നെ
ഒരു രോഗി എത്ര കഷ്ടപ്പെട്ടാലും വാർഡിൽ കിടന്ന് ഇപ്പൊ മരിക്കും എന്ന് പറഞ്ഞാലും തിരിഞ്ഞു നോക്കാത്ത ഡോക്ടർമാരും ഉണ്ട്. അതേ സമയത്ത് സ്വന്തം പണം ശമ്പളത്തിൽ നിന്ന് വരുന്ന രോഗികൾക്ക് ചികിത്സ നൽകാൻ വേണ്ടി ശ്രമിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആരിസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിപ്പോ നമ്മുടെ നാട്ടിൽ മാത്രമേ എനിക്കറിയാവുന്ന വേറെ ഡോക്ടറുണ്ട്. ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇപ്പൊ ആലപ്പുഴയിലേക്ക് മാറി RMO ആയിരുന്നു. എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ മകനാണ്, ചങ്ങനാശ്ശേരിക്കാരനാണ്. രോഗികൾക്ക് ചികിത്സ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യില്ല, വീട്ടിൽ ബോർഡ് പോലും വെച്ചിട്ടില്ല ഡോക്ടർ എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രോഗിയെ അടുത്ത് വന്നാൽ ചികിത്സിക്കാൻ പണമില്ലെങ്കിൽ ഇവർക്ക് സാമ്പിൾ കിട്ടുന്ന മരുന്നുകളെല്ലാം കൊടുക്കുന്നുള്ളത് മാത്രമല്ല, അങ്ങനെ ഒരുപാട് മരുന്ന് ഡോക്ടർമാർക്ക് കിട്ടും. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ നിന്ന് പൈസ സഹായിക്കുന്ന ഡോക്ടർമാരുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അങ്ങനെ ഒരുപാട് മാതൃകകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാനിപ്പോ ഡോക്ടറോട് പറയായിരുന്നു, ഞാൻ ഈ സൺഡേ സപ്ലിമെന്റ് എല്ലാം വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ഡോക്ടറെ പരിചയപ്പെടുത്തിയിരുന്നു. അദ്ദേഹം മധ്യപ്രദേശിലാണ്. അദ്ദേഹം ജീവിച്ചിരിക്കില്ല എന്ന് ഡോക്ടർമാരെല്ലാം പറഞ്ഞ ആളാണ്. ജന്മന അനാരോഗ്യത്തോട് ജനിച്ച ഒരാളാണ്. പക്ഷെ അദ്ദേഹം പഠിച്ച് വളരെ കഷ്ടപ്പെട്ട് മരിക്കുമെന്ന് വീട്ടുകാരും ഡോക്ടർമാരും എല്ലാം വിധി എഴുതിയ ആൾ പഠിച്ച് ഡോക്ടറായി. അദ്ദേഹം ഇതുപോലെ ഇന്റീരിയർ മേഖലയിൽ പോയി സേവനം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മലയ്ക്കുള്ളിലൂടെ ആദിവാസി മേഖലയിലേക്ക് 30 കിലോമീറ്റർ നടന്ന് പോയി അവിടെ ഡോക്ടർമാരെ 1 രൂപയാണ് ചികിത്സിക്കേണ്ട ചിലവ്. അങ്ങനെ വളരെ പോപ്പുലറായ ഡോക്ടറെ കുറിച്ച് വായിക്കാനാണ് വന്നത്. അതുപോലെ നമ്മുടെ നാട്ടിൽ മാതൃകയായ ധാരാളം ആളുകളുണ്ട്. അവരെ എല്ലാവരെയും സമൂഹം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. 2 വശമുണ്ട്. എന്നാലും ഡോക്ടറെ പോലുള്ള ആളുകൾ, ശൈല പോലുള്ള ആളുകൾ തീർച്ചയായിട്ടും ഒരു മാതൃകയാണ്. ആദിവാസികളുടെ കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അവര് മറ്റ് ആളുകളുമായിട്ട് ഇടപെടാൻ ഇഷ്ടപ്പെടുന്ന ആളുകളല്ല, അവരോടി മറിയുന്നത് ശരിയാണ്. ഇപ്പൊ ഞങ്ങള് ഒരു നിയമസഭാ കമ്മിറ്റിയായിട്ട് ഈ ആദിവാസി മേഖലയിൽ പോയിരുന്നു. അപ്പോൾ അവർ ഈ അരിവാൾ രോഗം എന്ന് പറഞ്ഞ അല്ലെ, അവരുടെ ഇടയിൽ പോഷകാഹാര കുറവ് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗമാണ് അരിവാൾ രോഗം. ഇവരാരും നമ്മുടെ അടുത്തേക്ക് വരില്ല, നമ്മളെ കാണുമ്പോൾ തന്നെ അവർ ഓടിപ്പോകും. അപ്പൊ അങ്ങനെയുള്ള മേഖലകളിൽ ആളുകളെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക, അവരെ ആദ്യം തന്നെ അവർക്ക് ചികിത്സയുടെ കോട്ടവും നേട്ടവും ബോധ്യപ്പെടുത്തി കൊടുക്കണമല്ലോ, അത് തന്നെ ഒരു വലിയ ജോലിയാണ്. അപ്പം അത് ചെയ്ത ഡോക്ടറെ ഞാൻ ഈ സന്ദർഭത്തിൽ അനുമോദിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇന്നിവിടെ അവാർഡ് നൽകി അനുമോദിക്കുന്ന മഠത്തിൽ അബ്ദുൾ അസീസ്, സാന്ദർഭികമായിട്ടാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, കോഴിക്കോട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞല്ലോ, രാമേന്ദ്രനോട് ഒരു കാര്യം പറഞ്ഞു. ഇവരൊക്കെ ഏറ്റെടുക്കുന്ന വെള്ളത്തിൽ നിന്ന് എടുക്കുന്ന ബോഡി, അതല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റി അനാഥമായി കിടക്കുന്ന, ഇപ്പൊ തന്നെ അവിടെ വയനാട് ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ ബോഡി 2 ആഴ്ച കഴിഞ്ഞൊക്കെയാണ് ആ പുഴയുടെ സൈഡിൽ നിന്നൊക്കെ കണ്ടുകിട്ടിയത്. 2 ആഴ്ച കഴിഞ്ഞ് ഈ ബോഡി കണ്ടുകിട്ടുകയെന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുമ്പോൾ ബോഡി കണ്ടുകിട്ടിയത്, പക്ഷേ ചീഞ്ഞഴിഞ്ഞ് മൃതശരീരത്തിന്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലൊരു എലി അത്ത് കിടന്നാൽ നമുക്ക് ആ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല. എലി നമ്മുടെ വീട്ടിൽ എവിടെന്നെങ്കിലും ഏതെങ്കിലും തരത്തിലൊക്കെ അപകടത്തിൽപ്പെട്ട ഒരു എലി വന്നാൽ നമ്മുടെ വീട്ടിലത് ചീഞ്ഞ് കിടന്നാൽ നമുക്ക് ആ ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ആ വീട്ടിൽ കിടക്കാൻ പറ്റില്ല, നല്ല ദുർഗന്ധമാണ്. ഇപ്പൊ ഇവിടെ ഇവരൊക്കെ മറ്റേ പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് എത്തിക്കുന്ന ബോഡി എന്ന് പറഞ്ഞാൽ ചീഞ്ഞളിഞ്ഞ് ഈച്ച അരിച്ച് അല്ലേ, അടുക്കാൻ പറ്റാതെ ദുർഗന്ധം കൊണ്ട് ഈ പോലീസുകാര് നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും പോലീസുകാരെ സമ്മതിക്കണം. കാരണം 3 ദിവസമൊക്കെ അവർ കാത്തു വെക്കും ഈ ചീഞ്ഞളിഞ്ഞ ഡെഡ് ബോഡിയുടെ മുമ്പിൽ. അപ്പം ഒരു കുപ്പി അത്തറൊക്കെ വാങ്ങി അങ്ങനെ തന്നെ ഒഴിച്ചിട്ടാണ് ഇത് ദുർഗന്ധം ഒഴിവാക്കുന്നത്. ഇത് പോസ്റ്റ്മോർട്ടത്തിന് കടയിൽ പോയി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ട സാധനങ്ങൾ വാങ്ങുന്ന കൂട്ടത്തിൽ ഒരു കുപ്പി അത്തറ, ഈ ദുർഗന്ധം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവരൊക്കെ ചെയ്യുന്ന സേവനം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും ഇതിന് വില ഇടാൻ പറ്റില്ല, അതുപോലത്തുള്ള സേവനമാണ്.
അദ്ദേഹത്തെ ഞാൻ ഈ സന്ദർഭത്തിൽ അനുമോദിക്കുകയാണ്. തീർച്ചയായിട്ടും അതുപോലെ ശ്യാമനും ഇവിടെ പറഞ്ഞു 1000 പാട്ടുകൾ അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ 3 കൊല്ലത്തിൽ കൂടുതൽ 3 കൊല്ലം ഇറക്കും. ഒരു ദിവസം ഒരു പാട്ട് വെച്ച് 1000 പാട്ടെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3 കൊല്ലത്തിൽ കൂടുതലുണ്ട്. അപ്പൊ അങ്ങനെ പാട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് സിനിമാ പാട്ടുകൾ, പഴയ പാട്ടുകളെല്ലാം ശ്യാമളനും ചെറുതായിട്ടൊക്കെ ഒന്ന് പാടും. അപ്പൊ അങ്ങനെ ശ്യാമളനും ഇന്നിവിടെ ആദരിക്കുകയാണ്. ശ്യാമളനെയും ഞാൻ അനുമോദിക്കുന്നു. ദൈവകരമായ സേവന രംഗത്ത് സ്വന്തം ജീവിതം മാതൃകയാക്കി മാറ്റിയ ശ്രീ കനാരമേനോൻ സാറിൻ്റെ സ്മരണ ഇതുപോലെ സേവന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ അവാർഡ് നൽകി ആദരിക്കുന്ന അഭയത്തിൻ്റെ പ്രവർത്തനങ്ങളെയും അനുമോദിക്കുന്നു. നമസ്കാരം. എടുത്ത് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി പോലീസിനെ സഹായിക്കുകയും തുടർന്ന് അതാത് മതാചാര പ്രകാരം ആ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നവരെയുള്ള പ്രവർത്തനങ്ങൾ യാതൊരു പ്രതിഫലവും കൂടാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ മഠത്തിൽ അബ്ദുൾ അസീസിനെ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.